ഹായ് ഫ്രണ്ട്സ്, മൊബൈൽ ഉപയോഗിച്ച് പാസ്പോർട്ട് പുതുക്കുന്നത് അല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്നത് എങ്ങനെ എന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഞാൻ ബ്രൈറ്റ് കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിസ്റ്റം ഉപയോഗിച്ച് വെബ്സൈറ്റ് വഴി പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിൻ്റെയും പുതുക്കുന്നതിൻ്റെയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള PCCക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെയും ഒക്കെ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. കൂടാതെ മൊബൈൽ ഉപയോഗിച്ച് പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിൻ്റെയും PCCക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെയും ഒക്കെ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഇവയൊക്കെ പാസ്പോർട്ട് ഓൺലൈൻ എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഏതൊരാൾക്കും സിമ്പിളായി പാസ്പോർട്ട് പുതുക്കാൻ കഴിയുന്ന രീതിയിലാണ് വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരത്തെ സിസ്റ്റം വഴി വെബ്സൈറ്റ് വഴി പാസ്പോർട്ട് പുതുക്കുന്ന വീഡിയോ ചാനലിലുണ്ട്. ആ വീഡിയോ കാണാവുന്നതാണ്. ലിങ്ക് കൊടുത്തേക്കാം. മൊബൈൽ വഴി പാസ്പോർട്ട് പുതുക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെയും അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിൻ്റെയും പ്രിൻ്റ് എടുക്കുന്നതിൻ്റെയും ഒക്കെ ഭാഗങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ സമയം ഒരേ ആപ്ലിക്കേഷന് സിസ്റ്റം ഉപയോഗിച്ചും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും എങ്ങനെ അപേക്ഷിക്കാമെന്നും വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. വളരെയധികം സ്ട്രെയിൻ എടുത്ത് സമയമെടുത്ത് ആണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ ആരും മടിക്കരുത്. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പാസ്പോർട്ട് ഇന്ത്യയുടെ മൊബൈൽ ആപ്ലിക്കേഷനായ പാസ്പോർട്ട് സേവ ഉപയോഗിച്ച് പാസ്പോർട്ട് പുതുക്കുന്നതിനായി ആദ്യം മൊബൈലിൽ പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം പാസ്പോർട്ട് സേവ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കും. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ധാരാളം ലിങ്കുകൾ കാണാം. ഇതെല്ലാം യൂസ്ഫുൾ ലിങ്കുകൾ തന്നെയാണ്. ഇവിടെ ഫയൽ ട്രാക്കർ, അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി, ഏതൊക്കെ ഡേറ്റുകളിലാണ് അപ്പോയിൻമെൻറ്റ് ലഭ്യമാകുന്നത്, ലൊക്കേറ്റ് സെൻറ്റർ, ഏതൊക്കെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ നമുക്ക് അപേക്ഷിച്ച് പോകാൻ കഴിയും, ഡോക്യുമെൻ്റ് അഡ്വൈസർ, ഫീ കാൽക്കുലേറ്റർ, അങ്ങനെ ധാരാളം യൂസ്ഫുൾ ലിങ്കുകൾ കാണാം. ഈ ലിങ്കുകളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നത് ഇതേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോ ചാനലിലുണ്ട്. അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗം നോക്കി മനസ്സിലാക്കാം. ഇനി നമുക്ക് പുതിയതായി പാസ്പോർട്ട് പുതുക്കുന്നതിന് അപേക്ഷ അയക്കണമെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതുകൊണ്ട് അതിന് ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് എടുത്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടുന്നത്. വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത യൂസർ ID ഉപയോഗിച്ചും ഇവിടെ ലോഗിൻ ചെയ്യാം. ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിൻ്റെ വീഡിയോയും പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന ഇതേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അപേക്ഷിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ലിങ്ക് മുകളിലെ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. അതിൻ്റെ ആദ്യ ഭാഗം കണ്ടാൽ മതിയാകും. രജിസ്റ്റർ ചെയ്ത ശേഷം പാസ്പോർട്ട് പുതുക്കുന്നതിന് അപേക്ഷിക്കുന്നതിനായി ഇവിടെ എക്സിസ്റ്റിംഗ് യൂസർ ലോഗിൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് അതിന് ശേഷം ലഭിക്കുന്ന ലിങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെ ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം അപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡുകൾ എന്താണ് കൊടുത്തിരിക്കുന്നത് അതും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട്, റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട്. റീഇഷ്യൂ എന്ന് പറഞ്ഞാൽ പുതുക്കുക, റിന്യൂ ചെയ്യുക എന്നാണ് അർത്ഥം. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായിട്ട് കൊടുത്തിരിക്കുന്ന വ്യൂ സേവ്ഡ് സബ്മിറ്റഡ് ആപ്ലിക്കേഷനും മനസ്സിലാക്കിയിരിക്കുക. അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നടുക്കായിട്ട് കൊടുത്തിരിക്കുന്ന അപ്ലൈ ഫോർ PCC വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ളതാണ്. അതിൻ്റെ വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒക്കെ സിസ്റ്റം അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നമ്മളിവിടെ ആദ്യത്തെ ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പുതുക്കാനായിട്ട്. തുടർന്ന് ഇങ്ങനൊരു പേജ് വരുന്നതാണ്. ഇവിടെ ആദ്യം ശ്രദ്ധിച്ച് ഇത് ഫില്ല് ചെയ്യേണ്ടതുകൊണ്ട് അപ്ലൈ ഫോർ എന്നുള്ളത് ഫ്രഷ് പാസ്പോർട്ട് എന്നുള്ളത് പുതിയ പാസ്പോർട്ടിനുള്ളതാണ്. അത് നമുക്ക് ആവശ്യമില്ല. റീഇഷ്യൂ പാസ്പോർട്ട് പുതുക്കാനാണ്, റിന്യൂ ചെയ്യാനാണ്. ആ റൗണ്ട് എനേബിൾ ചെയ്യണം. അതിന് തൊട്ട് താഴെയായി ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പേഴ്സണൽ പർട്ടിക്കുലേഴ്സ്, അതായത് നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് എനേബിൾ ചെയ്തതിന് ശേഷം താഴെ അതിനുള്ള ഓപ്ഷൻസ് വരും. താഴോട്ട് കാണുന്ന ഓപ്ഷൻസിൽ ചേഞ്ച് വരുത്തേണ്ടതിൻ്റെ നേർക്കുള്ള ചതുരത്തിൽ ടിക്ക് മാർക്ക് വരുത്തിയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടുന്നത്. ഗിവൺ നെയിം ആദ്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഓപ്ഷൻസ് താഴോട്ട്. അതുപോലെ അഡ്രസ്സിൽ മാറ്റമുണ്ടെങ്കിൽ അതിൻ്റെ നേർക്ക് ടിക്ക് മാർക്ക് വരുത്തി അഡ്രസ്സിനുള്ള പ്രൂഫും മാറിയ അഡ്രസ്സിലേക്കുള്ള പ്രൂഫ് കാണിക്കേണ്ടി വരും. അതുപോലെ സ്പൗസ് നെയിം, പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് കല്യാണം കഴിച്ചെങ്കിൽ സ്പൗസ് നെയിം എനേബിൾ ചെയ്ത് ആ പേര് കൊടുക്കാം. അതുപോലെ സിഗ്നേച്ചർ, അതുപോലെ ഡിലീറ്റ് ECR
അവിടെ SSLC പാസ്സാവാത്തവർക്കും 3 വർഷത്തിൽ കൂടുതൽ കാലം GCC രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നിട്ടില്ലാത്തവർക്കും ഇമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ് ആയിട്ട് വന്നിട്ടുള്ളവർക്ക് അത് ടിക്ക് ചെയ്ത് ആ ECR ഡിലീറ്റ് ചെയ്ത് കളയിക്കാൻ പറ്റും. SSLC പാസ്സായിട്ടുണ്ടെങ്കിലും 3 കൊല്ലത്തിൽ കൂടുതൽ വിദേശ രാജ്യത്ത് നിന്നിട്ടുണ്ടെങ്കിലും. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ആ സിസ്റ്റം ഉപയോഗിച്ച് പാസ്പോർട്ട് പുതുക്കുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് കാണാം. അതുപോലെ തന്നെ അപ്പിയറൻസ്, ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ മാറ്റാൻ വേറെ നടപടിക്രമങ്ങളുണ്ട്. അതുപോലെ സർനെയിം ഇപ്പോൾ കമ്പൽസറിയാണ്. അത് എനേബിൾ ചെയ്ത് ആവശ്യമുള്ളവർക്ക് അത് ചേർക്കാം. സർനെയിം ഗിവൺ നെയിം എന്നൊരു ഷോർട്ട് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിരിക്കാം. എക്സിസ്റ്റിംഗ് പേഴ്സണൽ പർട്ടിക്കുലേഴ്സിൽ മാറ്റമൊന്നുമില്ലാത്തവർക്ക് അതിൻ്റെ നേർക്കുള്ള ടിക്ക് മാർക്ക്, ചതുരത്തിൻ്റെ നേർക്കുള്ള ടിക്ക് മാർക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ അവിടെ ലോസ്റ്റ്, ഡാമേജ് അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വേണ്ടുന്നവർക്ക് ചെയ്യാം. അതൊക്കെ നല്ല നടപടിക്രമങ്ങളുള്ളതാണ്. അതിൻ്റെ അവസാനമായിട്ട് കൊടുത്തിരിക്കുന്ന 2 ഓപ്ഷൻസ് ശ്രദ്ധിക്കേണ്ടതാണ്. വാലിഡിറ്റി എക്സ്പയർഡ് മോർ ദാൻ 3 years എന്ന് പറഞ്ഞാൽ നമുക്ക് 3 കൊല്ലത്തിൽ കൂടുതലായി എക്സ്പയർ ആയ പാസ്പോർട്ട് ഉള്ളവർക്ക് ആ പാസ്പോർട്ട് വെച്ച് തന്നെ പുതുക്കാൻ സാധിക്കും. പുതിയതിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് ആ ചതുരത്തിൽ ടിക്ക് മാർക്ക് വരുത്താം. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് വാലിഡിറ്റി എക്സ്പയർഡ് വിത്തിൻ 3 years ഡ്യൂ ടു എക്സ്പയർ. ആ ഒരു ഓപ്ഷനാണ് നിലവിൽ 3 കൊല്ലത്തിനകം പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് എക്സ്പയർ ആകാനുള്ളവർക്കും 6 മാസത്തിനുള്ളിൽ ഉള്ളതൊക്കെ നമുക്ക് പുതുക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർ ആ വാലിഡിറ്റി എക്സ്പയർഡ് വിത്തിൻ 3 years അല്ലെങ്കിൽ ഡ്യൂ ടു എക്സ്പയർ എന്നുള്ള ചതുരത്തിന് നേർക്ക് ടിക്ക് മാർക്ക് വരുത്തണം. മറ്റൊന്ന് നോർമൽ തൽക്കാൽ എന്നുള്ള ഓപ്ഷനാണ്. നോർമലായിട്ട് അപേക്ഷിക്കുന്നവർക്ക് 10 ദിവസത്തിനുള്ളിലൊക്കെ പാസ്പോർട്ട് ലഭിക്കും. തൽക്കാലിന് അപേക്ഷിക്കുന്നവർക്ക് 3 ദിവസത്തിനുള്ളിൽ കിട്ടും. പക്ഷേ അതിന് 3 ഏജ് പ്രൂഫും അഡ്രസ് പ്രൂഫുമുള്ള 3 ഉൾപ്പെടെ 3 സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആവശ്യമുണ്ട്. 2000 രൂപ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ എക്സ്ട്രാ അടയ്ക്കുകയും വേണ്ടി വരും. അല്ലാതുള്ളവർക്ക് നോർമൽ കൊടുക്കാവുന്നതാണ്. അടുത്തത് ബുക്ക്ലെറ്റ് ടൈപ്പാണ്. 36 pages കൊടുത്താൽ മതിയാകും. 60 pages ബിസിനസ് പാസ്പോർട്ടുള്ളവർക്കാണ് 500 രൂപ മറ്റോ എക്സ്ട്രാ അടയ്ക്കേണ്ടിയും വരും. സാധാരണ 36 pages കൊടുത്താൽ മതിയാകും. ഇത്രയും ശരിയായി കൊടുത്തതിന് ശേഷം അവിടെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം ഗിവൺ നെയിം, സർനെയിം എന്നുള്ളത് നിലവിലുള്ള പാസ്പോർട്ടിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ കൊടുക്കുക. സർനെയിമിൽ വ്യത്യാസമുള്ളവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാവുന്നതാണ്. തൊട്ടടുത്ത 2 ചോദ്യങ്ങൾക്ക് നോയാണ് കൊടുക്കേണ്ടത്. ഹാവ് യു എവർ ബീൻ നോൺ ബൈ അതർ നെയിം, അതുപോലെ ചേഞ്ച് യുവർ നെയിം, 2 നോ കൊടുക്കാം. എസ് കൊടുക്കേണ്ടുന്നവർക്ക് സിസ്റ്റം ഉപയോഗിച്ച് വെബ്സൈറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന പുതുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ടിൽ നിലവിലുള്ള പാസ്പോർട്ടിലെല്ലാം ഉള്ളത് അതേപോലെ കൊടുക്കുക. യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ഔട്ട് ഓഫ് ഇന്ത്യ എന്നുള്ളത് നോ കൊടുക്കുക. എസ് കൊടുക്കേണ്ടുന്നവർക്ക് നേരത്തെ പറഞ്ഞ വീഡിയോ കാണാം. അടുത്ത സ്റ്റേറ്റും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും തിരഞ്ഞെടുത്ത് കൊടുക്കുക. റൂറൽ സിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് കൊടുക്കുക. തുടർന്ന് ആ റൂറൽ സിറ്റി എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം മെയിൽ, ഫീമെയിൽ എന്നുള്ളത് പാസ്പോർട്ടിലുള്ളവർ കൊടുക്കുക. മാരിറ്റൽ സ്റ്റാറ്റസ് മാരീഡ്, അൺമാരീഡ് ശരിയായിട്ടുള്ളത് കൊടുക്കുക. ആഡ് ചെയ്യേണ്ടുന്നവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാം. സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ബൈ ബർത്താണ് കൊടുക്കേണ്ടത്. ബാക്കിയുള്ളവർക്ക് സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്, നോക്കി മനസ്സിലാക്കാം. പാൻ കാർഡും വോട്ടർ ഐ ഡിയും കമ്പൽസറി അല്ല. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് അതേഴ്സോ നോട്ട് എംപ്ലോയിഡോ കൊടുക്കാം. ഗവൺമെൻറ് എംപ്ലോയീസിന് അനക്സർ കൊടുക്കേണ്ടി വരും. സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോയിൽ ഇതും വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ SSLCയും ഗ്രാജുവേഷനും ഉള്ളവർക്ക് ECR ഇമിഗ്രേഷൻ ചെക്ക് റിക്വയർഡ് എന്നാണ്. നോൺ ECR കാറ്റഗറി എന്നുള്ളത് ഈ 2 വിഭാഗക്കാർക്ക് yes ആണ് വരുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ no ആണ് വരുന്നത്. അതവിടെ കൊടുക്കുമ്പം തന്നെ ഓട്ടോമാറ്റിക് വരുന്നതുമായിരിക്കും. 50 വയസ്സിൽ കൂടുതലുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ എസ് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നോൺ ECR കാറ്റഗറിയിൽ 3 വർഷത്തിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നിട്ടുള്ളവർ SSLC പിന്നീട് പാസ്സായിട്ടുള്ളവർക്കൊക്കെ ECR ഡിലീറ്റ് ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് എസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ പേരൻറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നൊരു ചോദ്യമുണ്ട്. മൈനേഴ്സിനെ സംബന്ധിച്ചാണ് അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക്. അതില്ലാത്തവർക്ക് നോ കൊടുക്കാം. ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ ആധാർ നമ്പർ നിർബന്ധമാക്കിയിട്ടില്ല, നിർബന്ധമാക്കുന്നത് വരെ കൊടുക്കാതെ പോകാം. പക്ഷേ അഡ്രസ്സിന് വേണ്ടി ആധാർ കാർഡ് ഉപയോഗിക്കുന്നവർ അത് നമ്പർ കൊടുത്ത് എസ് കൊടുത്ത് പോകേണ്ടതാണ്. അല്ലാത്തവർക്ക് നോ കൊടുത്ത് മുന്നോട്ട് പോകാം. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് 3 ഓപ്ഷൻസ് കാണാം. സേവ് ഡീറ്റെയിൽസ്, പ്രീവിയസ്, നെക്സ്റ്റ്. ഇതിൽ സേവ് ഡീറ്റെയിൽസ് എല്ലാ പേജിലും കൊടുക്കണം. പ്രീവിയസ് പോയി വീണ്ടും വേണമെങ്കിൽ ശരിയായിട്ട് കൊടുത്തു വരാം. നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഞാനിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. സേവ് കൊടുത്താൽ നമുക്ക് വെബ്സൈറ്റിൽ ലഭിക്കുന്നതുപോലെ മുകളിൽ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെയും നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാം. അതിനുശേഷം വരുന്ന പേജിൽ ഫാമിലി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നിലവിലുള്ള പാസ്പോർട്ടിലുള്ള ഫാമിലി ഡീറ്റെയിൽസ് അതുപോലെ ഇവിടെ കൊടുക്കാം. ഫാദറിൻ്റെയും മദറിൻ്റെയും പേരൻസ്, ഗിവൺ നെയിമും സർനെയിമും, സ്പൗസിൻ്റെ പേരുണ്ടെങ്കിൽ അതും ഒക്കെ പാസ്പോർട്ടിലുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത് സേവ് ഡീറ്റെയിൽസ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകണം. സേവ് ഡീറ്റെയിൽസ് കൊടുത്താൽ മുകളിൽ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് വരുന്നതും കാണാം. അവിടെയും നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാം. അതിനുശേഷം പ്രസൻറ്റ് അഡ്രസ്സാണ് നമ്മളെപ്പോഴും ഇവിടെ കൊടുക്കേണ്ടത്. ഔട്ട് ഓഫ് ഇന്ത്യ എന്നുള്ളത് നോയാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം പാസ്പോർട്ട്, നിലവിലുള്ള പാസ്പോർട്ടിലെ അഡ്രസ്സ് അതേപോലെ കൊടുക്കുക. അഡ്രസ്സ് ചേഞ്ച് ഉണ്ടെങ്കിൽ ആ അഡ്രസ്സ് മാറിയ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം
അതിൻ്റെ പ്രൂഫ് ഒടുവിൽ കൊടുക്കേണ്ടുന്നതും പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ കൊണ്ടുപോകേണ്ടുന്നതുമാണ്. അതിനുശേഷം വില്ലേജ്, സിറ്റി ഏതാണെന്ന് പാസ്പോർട്ടിലുള്ളത് അതേപോലെ കൊടുക്കുക. സ്റ്റേറ്റ് തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് റൂറലാണോ സിറ്റി ആണോ എന്ന് മാറി കൊടുത്ത് തൊട്ട് താഴെ പോലീസ് സ്റ്റേഷൻ, നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ വരുന്നതനുസരിച്ച് മാറി കൊടുക്കുക. പിൻകോഡും മൊബൈൽ നമ്പർ കമ്പൽസറിയാണ്. അതേപോലെ ഇമെയിൽ ഐഡിയും കമ്പൽസറി ആയിട്ട് കൊടുക്കണം. പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോയതിനു ശേഷം 2 ദിവസത്തിനുള്ളിൽ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. വീട്ടിൽ വന്ന് അന്വേഷിക്കും. അതുപോലെ തന്നെ അവസാനം ഈസ് പെർമനൻ്റ് അഡ്രസ് അവൈലബിൾ, ഒന്നുകിൽ നോ കൊടുക്കാം, അതല്ലെങ്കിൽ യെസ് കൊടുത്തിട്ട് സെയിമസ് പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് കൊടുത്ത് വീണ്ടും യെസ് കൊടുക്കാം. അതല്ല പെർമനൻ്റ് അഡ്രസ്സിന് വ്യത്യസ്തമാണെങ്കിൽ നോ കൊടുത്തതിന് ശേഷം അതിന് ഡീറ്റെയിൽസ് താഴോട്ട് കൊടുക്കേണ്ടി വരും. അതിൻ്റെയും പ്രൂഫ് കാണിക്കേണ്ടിയും വരും. അതല്ലെങ്കിൽ ആദ്യം തന്നെ നോ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നോ കൊടുത്തതിന് ശേഷം താഴെ സേവ് ഡീറ്റെയിൽസ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം 2 പോപ്പപ്പ് വിൻഡോകൾ വരുന്നതാണ്. SMS വരുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ വെരിഫിക്കേഷനായിട്ട് പോകുന്നതിനെക്കുറിച്ചുമാണ്. രണ്ടിനും ഓക്കെ കൊടുക്കാവുന്നതാണ്. തെറ്റുകൾ അപേക്ഷ സമർപ്പിച്ച ശേഷം തെറ്റ് തിരുത്താൻ സാധിക്കത്തില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും അത്യാവശ്യം ചെറിയ തെറ്റുകളൊക്കെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലും തിരുത്തുവാൻ സാധിക്കും. അടുത്തത് എമർജൻസി കോൺടാക്റ്റാണ്. റിലേറ്റീവ്സിൻ്റെ പേരൻസിൻ്റെ ഒക്കെ പേര് കൊടുക്കാം. അതല്ല ആപ്ലിക്കൻ്റെ പേരും അഡ്രസ്സും തന്നെയും കൊടുക്കാവുന്നതാണ്. മൊബൈൽ നമ്പർ ഇവിടെയും കൊടുക്കേണ്ടി വരും. ഇമെയിൽ ID കൊടുക്കണമെന്നില്ല. ഇവിടെയും സേവ് ഡീറ്റെയിൽസും നെക്സ്റ്റും കൊടുത്ത് മുന്നോട്ട് പോകണം. കുട്ടികളുടെ പാസ്പോർട്ടിൻ്റെ കാര്യത്തിൽ പേരൻസിൻ്റെ പേരും അഡ്രസ്സും മൊബൈൽ നമ്പരും കൊടുക്കാവുന്നതാണ്. അടുത്ത പേജിൽ പ്രീവിയസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പുതുക്കുന്ന പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ പാസ്പോർട്ട് നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് എക്സ്പയറി ഇതെല്ലാം ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടാകും. അതേപോലെ പ്ലേസ് ഓഫ് ഇഷ്യൂവും ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടാകും. അതേപോലെ ഫയൽ നമ്പർ, അത് പാസ്പോർട്ടിൻ്റെ അഡ്രസ് പേജിൽ ഏറ്റവും ലാസ്റ്റിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആ പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് അതുണ്ടാകും. ആ ഫയൽ നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പേജ് ഒഴിച്ച് പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതും റിന്യൂ ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ വീഡിയോയും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി തൊട്ട് താഴെയായി ഏറ്റവും അവസാനം ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ ആണ് കൊടുക്കേണ്ടുന്നത്. അതിനും താഴെയായി ഹാവ് യു എവർ ബീൻ അപ്ലൈഡ് എന്നുള്ളിടത്ത് നോയാണ് കൊടുക്കേണ്ടത്. യെസ് കൊടുക്കേണ്ടത് നേരത്തെ അപേക്ഷിച്ച് പാസ്പോർട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് കൊടുത്തതിന് നമ്പരും ഒക്കെ കൊടുക്കേണ്ടി വരും. ഞാനിവിടെ അതിനുശേഷം പിന്നീട് ചെയ്യേണ്ടത് സേവ് ഡീറ്റെയിൽസ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തും മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതുപോലെ പാസ്പോർട്ട് പുതുക്കുന്നതിൻ്റെ സിസ്റ്റം ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോ ചാനലിൽ ലഭ്യമാണ്. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അതിൽ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അടുത്ത പേജിൽ ക്രിമിനൽ കേസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സിവിൽ കേസ്, പെറ്റി കേസുകളൊന്നും ഇതിന് പരിഗണിക്കുന്നതല്ല. ഇവിടെ കേസുകളൊന്നും ഇല്ലാത്തവർക്ക് എല്ലാ കോളത്തിലും നോയാണ് കൊടുക്കേണ്ടുന്നത്. യെസ് കൊടുത്ത് ചെയ്യേണ്ടുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാം. അതിനുശേഷം സേവ് ഡീറ്റെയിൽസ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം ലഭിക്കുന്ന പേജിൽ നമുക്ക് ലഭിക്കുന്ന പാസ്പോർട്ടിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ ലഭിക്കുന്നതാണ്. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. തെറ്റുണ്ടെങ്കിൽ പ്രീവിയസ് കൊടുത്ത് പോയി തിരുത്തി വരാം. ഞാനിവിടെ നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം വരുന്ന പേജിൽ ആദ്യത്തേത് ബർത്ത് തെളിയിക്കുന്നതിനുള്ള, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്നതിനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റാണ് അവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ബാക്കി ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല, വോട്ടർ ID ഉപയോഗിക്കാം. ബാക്കി ഓപ്ഷൻസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അനുയോജ്യമായത് കൊടുക്കാം. ഞാനിവിടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അറൗണ്ട് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. തൊട്ടടുത്ത കോളത്തിൽ അഡ്രസ് പ്രൂഫാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് അവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കണം. ആധാർ ഇവിടെ കൊടുക്കാം. അതുപോലെ വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അനുയോജ്യമായ ഒന്ന് കൊടുക്കാം. കുട്ടികൾക്ക് പേരൻസിൻ്റെ പാസ്പോർട്ട് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികളുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ ആവശ്യമായ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ഇല്ലാത്തവർക്ക്, സ്കൂൾ റെക്കോർഡൊന്നും ഇല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് പുതിയ പാസ്പോർട്ട് എടുക്കുന്ന സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് പ്ലേസ് ഓഫ് ബർത്തും കൊടുത്തിട്ട് സേവ് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് ഫോം കൊടുക്കാവുന്നതാണ്. ഇവിടെ പക്ഷേ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് കോൾ വരികയോ എങ്ങനെയെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം പ്രവേശിച്ച പേജിൽ വന്നതിന് ശേഷം ഇവിടെ വ്യൂ സേവ്ഡ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എന്ന ഏറ്റവും അവസാനം കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ ഒരു ARN നമ്പരുമായിട്ട് ഇവിടെ ഉണ്ടാകും. അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അതിനുശേഷം വലത് സൈഡിൽ കാണുന്ന 3 ഡോട്ട്സിൽ പ്രസ് ചെയ്താൽ റിട്രീവ് പാർഷ്യലി സേവ്ഡ് ആപ്ലിക്കേഷൻ എന്ന് കാണും. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തൊട്ട് താഴെ ട്രാക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് അറിയുവാനും ഉള്ള ഓപ്ഷനുണ്ട്. പേയ്മെൻറ്റ് ഫെയിലിയർ ആയാൽ ഇവിടെ നിന്ന് അത് വെരിഫൈ ചെയ്യാൻ സാധിക്കും. പാർഷ്യലി സേവ്ഡ് ഫോം എന്നാണ്. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഇവിടെ വരും. ഇവിടെ നെക്സ്റ്റ് കൊടുത്തു പോകാം. ഇവിടെയും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തിയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് ഏറ്റവും ഒടുവിലത്തെ പേജിൽ എത്തിച്ചേരുവാനും സാധിക്കും.
ഇവിടെയെല്ലാം കറക്റ്റായിട്ട് നേരത്തെ കൊടുത്തിട്ടുണ്ട്. താഴെ ഐ അഗ്രിയിൽ പ്രസ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ഫോമിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് യുവർ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് വിത്ത് ARN നമ്പർ അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തിച്ചേരും. ഇവിടെ നമുക്ക് ആ ARN നമ്പറിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടുന്നത് ആ 3 ഡോട്ട്സിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് ഇങ്ങനെയൊരു വിൻഡോ വരുന്നതും ഇവിടെ ആദ്യം കാണുന്ന ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ ചെല്ലാൻ ബാങ്കിൽ അടയ്ക്കാനുള്ളതാണ്, അത് ആവശ്യമില്ല. അതിനുശേഷം വരുന്ന പേജിൽ നെക്സ്റ്റ് കൊടുക്കണം, മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി സംബന്ധിച്ച ഡീറ്റെയിൽസ് അവിടെ കാണാവുന്നതാണ്. നമുക്ക് അവൈലബിൾ ആയിട്ട് ഏറ്റവും അടുത്തുള്ള ഡേറ്റുകൾ ഇവിടെ കാണിക്കുന്നതാണ്. നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം ഇവിടെ നിന്നും പാസ്പോർട്ട് സേവാ കേന്ദ്ര തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതാണ്. ഇത് ആദ്യം കാണിച്ചതാണ് ഇതൊക്കെ. അതായത് പുതിയ പാസ്പോർട്ടിന് ഈ ആപ്പ് ഉപയോഗിച്ച് അപേക്ഷിക്കുന്നതിൻ്റെ ആദ്യ ഭാഗത്ത് ഇത് വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അത് പോയി കണ്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്. വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഞാൻ തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൻ്റെ കീഴിലാണ്. അവിടെ എനിക്ക് ഏറ്റവും അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്ര കൊല്ലമാണ്. അത് കൊടുത്തു. അതിനുശേഷം തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡും കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകണം. കൂടാതെ നമുക്കിവിടെ കാണുന്ന കലണ്ടറിൽ പ്രസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ് ചൂസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. ഓക്കെ കൊടുത്ത് ആവശ്യമുള്ള ഡേറ്റ് ചൂസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം 2 പോപ്പപ്പ് വിൻഡോകൾ വരുന്നതാണ്. രണ്ടിലും ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പേയ്മെൻറ്റ് ഗേറ്റ്വേ വരുന്നതാണ്. ഇവിടെ ഡെബിറ്റ് കാർഡ് എന്ന ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അങ്ങനെയുള്ള ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും അവസാനം UPI പേയ്മെൻറ്റ് മോഡും ഉണ്ട്. ഞാനിവിടെ ഏറ്റവും അവസാനമുള്ള UPI തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ റിന്യൂവലിനുള്ള ചാർജ് 1500 രൂപയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഡിസ്കൗണ്ട് വരുന്നതാണ്. ഇവിടെ UPI ID എന്നുള്ളിടത്ത് ഗൂഗിൾ പേയിലെ ID ഞാനിവിടെ UPI ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം തൊട്ട് താഴെ കൺഫേം കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ UPI ആപ്പ് ഓപ്പൺ ചെയ്താൽ അവിടെ പേയ്മെൻറ്റിനുള്ള പോപ്പപ്പ് വിൻഡോ വന്നിട്ടുണ്ടാകും. ഇവിടെ പേയിൽ പ്രസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആകുന്നതും ആപ്ലിക്കേഷൻ റെസിപ്റ്റ് ലഭിക്കുന്നതുമാണ്. അവിടെ പ്രസ് ചെയ്ത് ആ റെസിപ്റ്റ് നമുക്ക് ഷോട്ട് എടുത്ത് സൂക്ഷിക്കുകയോ ഷെയർ ചെയ്ത് സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതുണ്ട്. ഇതിനായി വീണ്ടും നമ്മൾ ആദ്യം പ്രവേശിച്ച പേജിൽ വന്നതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന വ്യൂ സേവ്ഡ് ആൻഡ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എടുക്കണം. അതിനുശേഷം വരുന്ന പേജിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പറിൽ ടച്ച് ചെയ്ത് അതിനുശേഷം മുകളിൽ 3 ഡോട്ട് കാണും. അതിൽ പ്രസ് ചെയ്താൽ താഴോട്ട് ലിങ്കുകൾ വരും. അതിൽ ട്രാക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസിൽ പ്രസ് ചെയ്ത് പേയ്മെൻറ്റ് സക്സസ് ആണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം. ഫെയിലിയർ ആണെങ്കിൽ വീണ്ടും പേയ്മെൻറ്റ് നടത്തണം. ഇവിടെ സക്സസ് ആണ്. അതിനുശേഷം തിരിച്ചു വന്ന് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് സേവാ കേന്ദ്ര തിരഞ്ഞെടുത്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് അവിടെ കാണുന്ന ക്യാപ്ച കോഡും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡേറ്റ് കലണ്ടറിൽ നിന്നുമൊക്കെ ചൂസ് ചെയ്ത് കൊടുത്ത് നേരത്തെ പറഞ്ഞതാണ്, വിശദീകരിക്കുന്നില്ല, മുന്നോട്ട് പോയി നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുവാനും സാധിക്കും. അതിനുശേഷം നമുക്കവിടെ ഒരു വ്യൂ അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ടൈം ഏത് സമയത്താണ് നമുക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോകേണ്ടതെന്ന് അവിടെ കാണിക്കും. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്ത് നമുക്ക് അപ്പോയിൻമെൻറ്റിനായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ താഴെ ഗെറ്റ് അപ്പോയിൻമെൻറ്റ് SMS എന്നൊരു ലിങ്ക് ഉണ്ടാകും. അതിൽ പ്രസ് ചെയ്ത് തരുന്ന SMS കാണിച്ച് നമുക്ക് അപ്പോയിൻമെൻറ്റിനായിട്ട് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോകാവുന്നതാണ്. പോകുമ്പോൾ ഫോട്ടോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവിടെയാണ് ഫോട്ടോ എടുക്കുന്നത്. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫോട്ടോ എടുത്തു കൊണ്ടുപോവുകയും വേണം. ഇനി പ്രിൻ്റ് കൂടിയേ തീരൂ എന്നുള്ളവർക്ക് വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഇതിൻ്റെ തന്നെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതിനായിട്ട് സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇടത് സൈഡിൽ കാണുന്ന എക്സിസ്റ്റിംഗ് യൂസർ ലോഗിൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആപ്പിൽ ക്രിയേറ്റ് ചെയ്ത യൂസർ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ ID ആപ്പിലും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുവാൻ സാധിക്കും. അതിനുശേഷം ആപ്പിൽ കൊടുത്ത പാസ്വേഡ് തന്നെ കൊടുത്ത് ക്യാപ്ച കോഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഇടത് സൈഡിൽ വ്യൂ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷനൊക്കെ അവിടെ വരുന്നതാണ്. അതിൻ്റെ നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്തിട്ട് തൊട്ട് താഴെ പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ തന്നെ പാർഷ്യലി സേവ്ഡ് ഫോം എടുത്ത് ആപ്പിൽ ചെയ്തതിൻ്റെ ബാക്കി ഭാഗം ഇവിടെ ചെയ്യുകയും ഇവിടെ ചെയ്തതിൻ്റെ ബാക്കി ഭാഗം ആപ്പിൽ ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇവിടെയും SMS അയക്കാനും പ്രിൻ്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് എടുക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സിസ്റ്റം ഉപയോഗിച്ച് വെബ്സൈറ്റ് വഴി ചെയ്യുന്ന വീഡിയോ ചാനലിൽ ലഭ്യമാണ്. പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നതിൻ്റെ കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.